എന്റെ അമ്മേ. അച്ഛാ അച്ഛാ, നമുക്ക് മഴവില്ല് കാണാൻ പോയാലോ? ദൈവമേ, എടാ മഴയുണ്ടെങ്കിലല്ലേ മഴവില്ലുണ്ടാവുള്ളൂ. ആണോ? ആ മഴവില്ല് അച്ഛന്റെ കൂടെ ഇങ്ങനെ കളിച്ചു നടന്നോ? ഒന്നും പഠിക്കണ്ട. അയ്യോ, റാവൻ ഇംഗ്ലീഷ് നിനക്ക് എത്ര പ്രാവശ്യം പറഞ്ഞാടാ? എത്ര പ്രാവശ്യം പറടാ? നിനക്കെന്താടി പ്രാന്തായോ? ഒരു ഇംഗ്ലീഷ് പേരിലാണോ എല്ലാം ഇരിക്കണേ? ഓ സഹായം എത്തി. അയ്യോ എന്റെ പെത്തൊക്കെ. സാറ് വലിയ ഇംഗ്ലീഷ് പ്രൊഫസർ അല്ലേ? എന്നാ പറ, പ്രാവിന്റെ ഇംഗ്ലീഷ് പേരെന്താ? എടി പെണ്ണെ, ഒരു പക്ഷിയുടെ പേരാണ് പ്രാവ്. നിന്റെ പേരെന്താ? പ്രിയ. പ്രിയയുടെ ഇംഗ്ലീഷ് പേരെന്താ? പ്രിയ. ഇത്തവണ പ്രാവിന്റെ പടം മനസ്സിലാവാത്തോണ്ട് കിട്ടിയില്ല. കഴിഞ്ഞ തവണ ലോട്ടിട്ടപ്പോ അതിലും ഇല്ല. ഇനി ആകെപ്പാടെ 2 എണ്ണം കൂടിയേ ഉള്ളൂ. അതെ, അവനെ ഒരു നല്ല സ്കൂളിൽ പഠിപ്പിക്കാൻ ഞാൻ മാത്രം കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നു. അരവിന്ദേട്ടന് ഇതിനെ പറ്റി വല്ല ചിന്തയുണ്ടോ? എടി അവനെ നല്ല സ്കൂളിൽ ചേർക്കാന്നുള്ള എന്റെ ആഗ്രഹമല്ലേ. പിന്നെ പണ്ട് മുതലേ ആഗ്രഹങ്ങൾ മറച്ചു വെക്കാന്നുള്ളത് എന്റെ ഒരു വീക്ക്നെസ് അല്ലേ. സോറി. അമ്മേ അമ്മേ, എനിക്ക് പ്രാവിൻ ഇംഗ്ലീഷ് അറിയാം. പിജിയൻ, PIGEON. ശരിയല്ലേ അമ്മേ? കരയണ്ട. മോൻ എന്താ ഇത് അന്ന് പറയാത്ത? മനു മറന്നുപോയി അമ്മ, ഇനിയും മറക്കില്ല. സോറി മോനു. അച്ഛന്റെ മോന PGN. ഒരു പാവം പ്രാവിന്റെ പേരാ. ചുമ്മാ അല്ല വിറ്റുന്ന നിലത്തേക്കാത്ത. ചുമക്കുള്ള മരുന്നുണ്ടോ? ഇല്ല, ചുമ കുറയാനുള്ള മരുന്നുണ്ട്. വേണ്ട വേണ്ട വേണ്ട, വിശ്വാസായി ഇപ്പൊ തരാം. ഗുഡ് മോർണിംഗ് മുതലാളി. അത്ര ഗുഡ് മോർണിംഗ് ഇല്ല. ഇന്നലെ നീ എന്താ പറയാണ്ട് ലീവ് എടുത്ത്? ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടേനു. ഫോണിൽ കൂടെയാണോ ലീവ് ഉണ്ടാക്കണം? അല്ല, നിങ്ങളെ മുഖത്ത് നോക്കി എനിക്ക് പറയാനുള്ള ധൈര്യമില്ലാത്തോണ്ട്. അയ്യോ, സത്യത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അന്ന് ലീവാക്കി. എന്ത് സാഹചര്യം? അല്ല, ഉമ്മേരെ പിറന്നാളേനു. അപ്പൊ വാപ്പ ലീവാക്കി. ഞാൻ ലീവാക്കിയില്ല, ഞാൻ വീട്ടിൽ ഒറ്റപ്പെട്ടില്ലേ. മനസ്സിലാവാഞ്ഞോണ്ട് കുഴപ്പമില്ല. ഇപ്പൊ വരുന്നുണ്ടോ? ഞാൻ ചോറൊക്കെ കൊണ്ടുവന്നുണ്ട്. ഓ, കുറച്ചേരി കടയിൽ നോക്കാൻ പറ്റും. അതിനെന്താ? എനിക്ക് ടൗണിൽ പോയി സ്റ്റോക്ക് എടുക്കാനുള്ള. എടുത്തോളി. ഇന്നിപ്പോ എന്റെ തലയിലായി. 2 ദിവസമായിട്ട് നല്ല കോളാണല്ലോ അല്ലേ? കാലം തെറ്റിയ മഴ, ഒടുക്കത്തെ ചൂട്, കാറ്റ്, എന്തുകൊണ്ട് സൂക്കട്ട് പടരാൻ പറ്റിയ സാഹചര്യ. വരുന്ന വഴിക്ക് മുതലാളി ആ ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള ചവറ് കൂമ്പാരം കണ്ടപ്പോ എന്റെ കണ്ണ് നിറഞ്ഞു പോയി. പകർച്ചവാദി പടരാൻ വേണ്ടി ഇങ്ങനെ റെഡിയായി നിൽക്കുക. ദുഷ്ടത്തരം പറയണ്ട, സാധനങ്ങൾ അപ്പോഴേക്ക് ദുഷ്ടത്തരം. തീറ്റി. ഇന്നലത്തെ ബിരിയാണി നിങ്ങൾക്കും കൂടി ഉണ്ട്. എന്റെ പട്ടി തന്നെ സ്മെല്ലുണ്ടെന്ന് തോന്നുന്നുണ്ട്. ആദ്യം എൻ്റെ ലൈലയ്ക്ക് ഒരു ഫോണ്, എന്നിട്ട് പണി. ചേട്ടാ, അതെ, എന്റെ വയറ്റുന്ന ഒരു സാധനം ഇങ്ങനെ ഉരുണ്ട് ഉരുണ്ട് നെഞ്ഞത്ത് വന്ന് നിൽക്കുക. കുറച്ചു നേരം ഇരിക്കാൻ പറയും. ഒരു പച്ച ഗുളികയുണ്ട് ഇവിടെ, അത് കുടിച്ചാൽ അപ്പം മാറും. പിന്നെ നിങ്ങളാട് കയറി എടുത്തോളി. നിങ്ങൾക്ക് അറിയാലോ, ഒന്ന് പെട്ടെന്ന് എടുത്തുക. എന്നാ ഞാൻ എടുത്തു തരുന്നവരെ കാത്തിക്കും. ഗ്യാസിന്റെ ഗുളിക, എന്നിട്ട് ഒന്നെ പഠിപ്പിക്കും. അല്ല, ഇവിടുന്ന് ഏത് ഭാഗത്തുനിന്ന് എടുത്തു തരല്ലേ? അവിടെ അത് 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 ഇതോ? ഇത് പച്ചയാ? ഇതല്ലേ? അതന്നെ. ഇതാ പേരെന്താണ്? ശുക്കൂർ. ആ, അപ്പം പച്ച മതി, പെട്ടെന്ന് മാറി കിട്ടും. ആ, കണ്ടില്ലേ? കണ്ടപ്പം തന്നെ മാറണുണ്ടില്ലേ? അതാ പറഞ്ഞ് ഭയങ്കര സ്പീഡാ വിട്ട് വിളിക്ക്. വേണ്ടേരി, എവിടെ പൈസ കൊടുക്കുന്നത്? ഇതാടെ 12 റുപ്യ. മാമനല്ല അരവിന്ദ്. അച്ഛാ നടിക്കാൻ ഞാൻ നന്നായി. ആ മോളു അതിൻ്റെ ഇടയ്ക്ക് ഒരു തെണ്ടി ഗുളിക വാങ്ങാൻ വന്ന്. ആ, ഓഫീസിലെത്തിയോ? ഞാനെത്തി. ഞാൻ ഇവിടെ പഴയ മയത്തിൻ്റെ നോക്കളത്രയും പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞ ടോണിക്ക് 2 കമ്പനീൻ്റെ ഉണ്ട്. 2ൻ്റെ ഫോട്ടോ ഞാൻ വാട്സപ്പിൽ അയച്ചുതരാം. എന്നിട്ട് ഏതാന്ന് തീരുമാനിച്ചിട്ട് പറയും. പൈസ ഒന്നും വേണ്ട, എനിക്കിവിടെ മരുന്നൊക്കെ ഫ്രീയാ. ഞാൻ ഈ ഷോപ്പ് തന്നെ മറച്ചു വിട്ടാലും മുതലാളിയൊന്നും പറയില്ല. അത്രയ്ക്ക് ഓക്കെ ഓക്കെ. ഓയിൽമെന്റ് 2 നേരം കുടിക്കി, അല്ലല്ല പെരട്ടി. എന്നാ ശരിയാ. അല്ല, നിങ്ങളെ ഭാര്യക്കാരാ പ്രിയാന്ന് പേരിട്ട്? അതെ, ഞാൻ സ്റ്റോക്ക് എടുക്കാൻ പോവാ. കഴിയുന്നിടത്തോളം ഇതൊന്ന് കൊളാക്കി തരാം. പൈസ ചീനങ്ങള് അതിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. നോക്കി പോയിക്കോളി. പാണ്ടിയിലൊരു തലങ്കം വെലങ്കം പോണാ. അരവിന്ദ, മേനോൻ സാർ, ഇന്നലെ ബ്ലോസം സ്കൂളിലെ റിസൾട്ട് വരുന്നു പറഞ്ഞ് ചെന്ന് നോക്കിയോ? അത് ശരിയായില്ല സാറേ. എന്ത് പറ്റി? ഇത്തവണ അവനെ ഒരു കിളി ചതിച്ചു. പിജിയോൺ. കാക്കയല്ലേ? കാക്കയല്ലടാ, മുല്ലാക്ക. ഈ സ്കൂൾ അഡ്മിഷൻ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നുകിൽ എല്ലായിടത്തെയും പോലെ പൊളിറ്റിക്കൽ റെക്കമെൻഡേഷൻ വേണം. അല്ല, മന്ത്രിയോ MLA യോ കൗൺസിലറോ അങ്ങനെ ആരെങ്കിലും. മന്ത്രി ഇല്ലേ, ഒരു മുക്കറി ഉണ്ടാവുക മതിയാവോ? പോരെ? അങ്ങനെ ആരെയും പരിചയം? അച്ഛന്മാരെ പരിചയമുണ്ടോ?
അച്ഛന്മാരോ? അതല്ല, പള്ളിയിൽ അച്ഛന്മാര് വല്ല ബിഷപ്പോ വികാരിയോ റെക്ടറോ അങ്ങനെ ആരെങ്കിലും. ആകെ പരിചയം ഉണ്ടായിരുന്ന അച്ഛനോട് ആസ്മയ്ക്ക് മരുന്ന് മേടിക്കാൻ വന്നിരുന്ന. ആ. ഒരു മാസമായിട്ട് ഇപ്പൊ വരണമില്ല. ആ മരുന്ന് പലിച്ച് അതെയോ? നാളെ പള്ളിയിൽ കൂട്ടമണി കേട്ടിട്ടുണ്ടായിരുന്നു. ചവിട്ട് വെച്ചോ? ഇവന്റെ ഒരു കാര്യം. ഞാനൊന്ന് ടൗൺ വരെ പോയിട്ട് വരാം. ശരി, ആ. അപ്പോ ഞാൻ പറഞ്ഞ പോലെ താൻ പോയിട്ട് എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് ചെയ്യ. ആ, മേനോ സാറിന് മരുന്ന് വെച്ചു കൊടുക്കും. ശരി എന്നാ. ആസ്മാന്റെ ഗുളികല്ലേ നിങ്ങൾക്ക് വേണ്ടേ? താൻ വാങ്ങിക്കും എന്റെ അടുത്ത്. എനിക്ക് വയറ്റുപോക്കിന്റെ ഗുളികയാണോ? രണ്ടിനും ഒന്ന് തന്നെയാ കൊടുക്കല്. ഒന്ന് പോടാ. മതിലിന്റെ വലിപ്പം കണ്ടിട്ട് ഒടുക്കത്തെ ഡൊണേഷൻ ആയിരിക്കും. എന്താ അവിടെ? ഞാനീ അഡ്മിഷന്റെ. അഡ്മിഷനോ? അതിന് കള്ളന്മാരെ പോലെ പതുങ്ങി വരുന്ന എന്തിനാ? സോറി. വലതുവശത്താ ഓഫീസ്. അറ്റൻഡർമാരൊക്കെ എവിടെ ഇരിക്കണം? അറ്റൻഡർമാരോ? അതെന്തിനാ? അല്ല, ഈ വഴിക്ക് പോയപ്പോ വെറുതെ സുഖാണോ? ആ ഓഫീസിൽ എന്ന് ചോദിച്ചാൽ മതി, അവിടെ നിന്നറിയാം. അവിടെ. ശരി. അയ്യോ, ഹലോ. വന്നേ. ഗുഡ് മോർണിംഗ് സാർ. എന്താ? ഞാനിവിടെ സ്കൂളൊക്കെ ഒന്ന് കാണാനായിട്ട്. കാണാനോ? ഇതെന്താ മ്യൂസിയം ആണെന്ന് വിചാരിച്ചോ? നല്ലതാണോ എന്നറിയാൻ. എന്ത് നല്ലതാണെന്ന്? സ്കൂളേ. അല്ല, നിങ്ങളെ ആരെയും ഇങ്ങോട്ട് കടത്തി വിട്ടത്? Who are you? അശ്വിൻ. അശ്വിൻ? ഫാദർ. ഫാദർ? അരവിന്ദ്. ഫാദർ അരവിന്ദ്? പ്രിയ മെഡിക്കൽസ്. മെഡിക്കൽസ്. ഇതെന്താണോ? ഇത് ഹോസ്പിറ്റലാണെന്ന് വിചാരിച്ചോ? നല്ലതാണെന്ന് പറയാം. സാർ ഇവിടുത്തെ അറ്റൻഡർ ആണല്ലേ? അല്ല, ആണെങ്കിൽ എന്താ? നന്നായി. ഞാൻ നോക്കിയിരിക്കായിരുന്നു. ആരോടാ ചോദിക്കേണ്ടതെന്നറിയാതെ. എന്ത് ചോദിക്കാൻ? സാറിനെ കാണാനേ വന്നാ. എന്തിനാ? ഒരു കാര്യം. എന്ത് കാര്യം? അല്ല, ഇങ്ങനെ എല്ലാവരെയും മുമ്പിൽ വെച്ച് അത് എന്താണോ? നമുക്ക് ആ ടോയ്ലറ്റിൽ നിന്ന് പോയാൽ. അതല്ല, ചെറിയൊരു സാധനം. എന്ത് സാധനം? ഡൊണേഷൻ. ഡൊണേഷൻ വാങ്ങിയിട്ട് മോന്റെ അഡ്മിഷൻ ഒന്ന് ശരിയാക്കി തരണം. വാട്ട് നോൺസെൻസ് ആർ യു സേയിങ്? അല്ല, ഇവിടെ പ്രശ്നമാണെങ്കിൽ സാർ വീട്ടിൽ അഡ്രസ് തരാണെങ്കിൽ ഞാൻ വീട്ടിലെത്തിച്ചേരാം. സെക്യൂരിറ്റി പുള്ളിയുടെ കയ്യിൽ കൊടുത്താൽ മതിയോ? ദേ, താൻ ഇവിടുന്ന് പോന്നോ അതോ ഞാൻ പോലീസിനെ വിളിക്കണം? വേണ്ട, ഡൊണേഷൻ വേണമെങ്കിൽ കൈക്കൂലിട്ടാരം. എങ്ങനെയെങ്കിലും ഒന്ന് പ്ലീസ്. എന്തിനാണ് ഇവിടെ ചുറ്റി കളിക്കുന്നത്? ഒന്ന് സാറിനോട് പറഞ്ഞ് ശരിയാക്കി തരും. ഒന്നും പറയണ്ട. ഞാൻ മാനേജ് ചെയ്തോളാം. ചേട്ടൻ വിചാരിച്ചാൽ നടക്കും. ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട. വെളിയിൽ പോയേ, വെളിയിൽ പോടോ. ബൈക്ക് എവിടെ ഇരിക്കണേ? അതെ, പുളിമൂട് ജംഗ്ഷനിലെ ഒരു കുമാർ ടൈലറിംഗ് യൂണിറ്റ് ഉണ്ട്. അവിടെ ചെന്ന് ടൈലർ കുമാറിനെ കണ്ടാൽ മതി. പുള്ളി ശരിയാക്കി തരും. അഡ്മിഷന്റെ കാര്യമല്ലേ? അല്ല, ആര് പറഞ്ഞു? ഹോളി സയൻസിലെ പീറ്റർ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ? ചെല്ല്. ശരി, താങ്ക് യു പീറ്റർ. അംബാനിക്കാരെ സീറ്റ് കൊടുക്കാത്ത? അംബാനി അല്ലേ മോളെ? ഒന്ന് ബ്രേക്ക് കൊടുത്തു. എന്താ പറഞ്ഞേ? ഓ, തമ്പാൻ. പൂർണിമ തമ്പാൻ. ഞാനും വിചാരിച്ചേ അംബാനിക്കൊക്കെ ഈ ഗതി വന്നല്ലോ എന്ന്. ചേട്ടാ, അതൊക്കെ ഈ കുമാർ സാറ് ആ ഫോണിൽ സംസാരിക്കാം. സ്കൂളിൽ പഠിക്കുന്നത്. പൂർണിമയ്ക്ക് ചേച്ചിയുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ തന്നെ അഡ്മിഷൻ വേണം. അത്രയല്ലേ ഉള്ളൂ? നമുക്ക് നോക്കാന്നേ. ഫോം നമ്പർ പറയൂ. 321. ഓൾ റൈറ്റ്, ഐ വിൽ ട്രൈ. ഞാനല്ലേ പറയുന്നേ. നിലവിലുള്ള റേറ്റുകൾ ഞാൻ പറയാട്ടോ. സെന്റ് ജോൺ 6, വിദ്യാശില്പ് 7, ഹോളി സയൻസ് 5, ബ്ലോസംസ് 6. മൂത്ത കുട്ടി അവിടെ പഠിക്കുന്നുണ്ടെങ്കിലോ ബന്ധുക്കൾ ആരെങ്കിലും ടീച്ചേഴ്സ് ആയിട്ടുണ്ടെങ്കിലോ 2 കുറയും. അങ്ങനെയൊന്നുമില്ലേ? പള്ളിയിൽ വല്ല പിടിപാടും ഉണ്ടോ? അയ്യോ, ഇത് പള്ളി മാറിപ്പോയി. സാരമില്ല, കാശുണ്ടല്ലോ. അത് മതി, അത് മതി. എന്ത്? സിംഗിൾ പേരന്റോ? അയ്യോ, എങ്ങനെ മരിച്ചു? ഓ, കളഞ്ഞിട്ട് പോയതാണോ? then it's not a problem. അതൊരാളെ നമുക്ക് വാടകയ്ക്ക് എടുക്കാം. ഞാനല്ല, ഞാൻ വേറെ ആളെ അറേഞ്ച് ചെയ്യാം. ഡോണ്ട് വറി. ഹാപ്പി ഫാമിലിയാണെന്ന് നമുക്ക് തോന്നണം, അത്രയേ ഉള്ളൂ. അതൊക്കെ ഞാൻ അഡ്മിഷൻ വാങ്ങി തന്നിട്ട് പറയാം. ഇത് കൂടുതൽ ഒരു സേവനമായിട്ടാണ് ഞാൻ കരുതുന്നത്.
ശരി 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 ഓക്കെ ഓക്കെ. നമസ്കാരം സാർ. ആ എന്താ സാർ? ഞാൻ പീറ്റർ പറഞ്ഞിട്ട് വരാ, ഹോളി സയൻസിലെ. ഓ ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. വരൂ വരൂ വരൂ. 1-2 സ്കൂളൊക്കെ നോക്കി, ഒന്നും ശരിയായില്ല. അങ്ങോട്ട് നിങ്ങളുടെ കുട്ടിക്ക് ABCD 1 to 10 ഒക്കെ എഴുതാൻ അറിയോ? അറിയാം സാർ. എന്റെ മോനും അറിയാം. ദാ ആയിരിക്കുന്ന അജിത് സാറില്ലേ, ആ പുള്ളിക്കാരന്റെ മോനും അറിയാം ABCD 1 to 10 ഒക്കെ. അപ്പൊ പിന്നെ നമ്മൾ ഈ കുട്ടികളെ എങ്ങനെ വേർതിരിക്കും? സെയിം ബുദ്ധി, സെയിം പ്രായം, സെയിം IQ, എല്ലാം സെയിം. പിന്നെ ഒരു കാര്യം, അച്ഛനമ്മമാർ എന്ത് ചെയ്യുന്നു എന്നാ, പാരന്റ്സ് അവരുടെ സാമ്പത്തിക നിലയും എഡ്യൂക്കേഷനും ഇരിക്കും. സാറേ ഈ ലോഗോ ഇടത് സൈഡിലല്ലേ? അയ്യോ, ലേബിൾ ഇടതുവശത്തല്ല, ഈ കൊല്ലം മുതൽ വലതുവശത്ത് വെക്കാനല്ല ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ പാരന്റ്സ് കഴിഞ്ഞ കൊല്ലത്തെ യൂണിഫോം തന്നെ ഈ കൊല്ലം കുട്ടികൾക്ക് ഇട്ട് കൊടുക്കും. നമുക്കും ജീവിച്ചു പോണ്ടേ. സാറിന്റെ പേര് വിട്ടുപോയല്ലോ. അരവിന്ദ് TP. അരവിന്ദ് TP. ഓക്കെ. അരവിന്ദ് മാഷ വണ്ടി ഏതാ? വണ്ടി ബൈക്കാണ് സാർ. TVS സ്റ്റാർ സിറ്റി. TVS. അത് സാറിന്റെ? BMW 5 Series. 5 Series. മൊബൈൽ ഫോൺ ഏതാ? വീഡിയോകോൺ പ്രീപെയ്ഡ്. സാറിന്റെ? iPhone 6 Plus. 6 Plus. ഏതെങ്കിലും ക്ലബിൽ മെമ്പർ ആണോ? ശാരദ ആർട്ട് ആൻഡ് സ്പോർട്സ് ക്ലബ്. എവിടെയത്? നെല്ലിമൂട്. സാർ ഏത് ക്ലബിലെ മെമ്പർ? മെട്രോപൊളിറ്റൻ. അവസാനമായിട്ട് എവിടെയാ ടൂർ പോയത്? കുറ്റാലം. അന്ന് ധാരാളം വെള്ളമൊക്കെ ഉണ്ടായതുകൊണ്ട് കുളിക്കാനൊക്കെ പറ്റി. നന്നായി നന്നായി. ഇപ്പൊ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ പഴനിക്ക് പോകണം. ഓ പോയിക്കോളൂ പോയിക്കോളൂ. സാർ എവിടെയാ ടൂർ പോയത്? സിംഗപ്പൂർ, ബാങ്കോക്ക്. സിംഗപ്പൂർ, ബാങ്കോക്ക്. നമ്മുടെ ബിസിനസ് എന്താ? ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ട്, പ്രിയ മെഡിക്കൽസ്. ഈ അജിത് സാറിന് AC ഷോറൂമാ. ഇദ്ദേഹം മോള സ്കൂളിന് 20 AC ആണ് ഡൊണേറ്റ് ചെയ്തത്. നമ്മുടെ ജോൺ സാറില്ലേ, കൊട അദ്ദേഹം കൊട കമ്പനിയിൽ നിന്ന് എല്ലാ കുട്ടികൾക്കും ഓരോ കൊട കൊടുത്തു. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം. എല്ലാ പിള്ളേർക്കും ഒരു ഫ്രീ വാക്സിനേഷൻ കൊടുത്താലോ? അയ്യോ, എന്റെ ഒരു ചെറിയ കടയാണ് സാർ, ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് പൂട്ടിപ്പോവും. എന്റെ മാഷേ, നിങ്ങൾക്ക് 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണം, തട്ടുകാട്ടർ പൈസ കൊടുക്കാനേ പറ്റുള്ളൂ. എങ്ങനെയാ ശരിയാവുക? അല്ല, അത് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായി. മാഷ് ഒരു കാര്യം ചെയ്തോളൂ, ക്യാഷ് അറേഞ്ച് ചെയ്യൂ, ബാക്കി കാര്യം ഞാൻ ഏറ്റു. സാറിന്റെ ഫീസ്? അയ്യോ, അത് വിട്ടേക്കൂ. ഇതൊക്കെ ഒരു ജനസേവനല്ലേ, അല്ലേ സാറേ? ഞാൻ ഈ അഡ്മിഷൻ സിസ്റ്റത്തിന്റെ ഒരു കൊച്ചു അഭ്യുതകാംക്ഷി മാത്രം. സാറിനോട് ചോദിച്ചാൽ മതി, അല്ലേ സാറേ? അവിടെ ചോദിച്ചാൽ. If you're happy and you know it, clap your hands. Clap, clap. If you're happy and you know it, stomp your feet. If you're happy and you know it, nod your head. If you're happy and you know it, and you really wanna show it. If you're happy and you know it, clap your hands. Jump up high. If you're happy and you know it, and you really wanna show it. Clap your hands. Jump up high. അപ്പൊ ഞാൻ പറയുന്നതാ കള്ളല്ലേ ജോൺ? മനു, വാട്സാപ്പിൽ നീ ഓൺലൈൻ അല്ലായിരുന്നോ? ലാസ്റ്റ് സീൻ അറ്റ് 5:15 PM. എന്നിട്ട് എനിക്ക് റിപ്ലൈ ഇല്ല. ആ രേഷ്മയും സെയിം ടൈമിൽ അവൈലബിൾ. ഐ നോ. ഓ, കോയിൻസിഡൻസ്, ഓൾവേസ് കോയിൻസിഡൻസ്. നീ അവളോട് ചാറ്റ് ചെയ്യായിരുന്നു. ഐ നോ. You know what? I just don't want this relationship. You know what? I don't want to talk to you. I just don't want to talk to you, liar. Filthy liar. Manu, blue. No, not brown. Blue. If you're happy and you know it, clap your hands. Clap. If you're happy and you know it, clap your hands. Clap. കൊള്ളാല്ലേ? വളരെ നന്നായി. ഉഷാറായിട്ട് 2 അടിച്ചിട്ട് കേൾക്കാൻ നല്ല രസം ഉണ്ടാവും അല്ലേ? പോടാർന്ന് പിള്ളേർ മുമ്പിൽ വെച്ചാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. മോൻ അങ്കിൾ പറയുന്നൊന്നും കേൾക്കണ്ട കേട്ടോ. മോന് ടീച്ചർ വേറെ എന്തൊക്കെ പഠിപ്പിച്ചെന്ന്? KITE, kite. CART, call. മേനോൻ സാറ് കേട്ടോ? കൈറ്റ്, കാർട്ട് നന്നായിട്ടുണ്ട് കേട്ടോ. വേറെന്തൊക്കെയാ ടീച്ചർ പഠിപ്പിച്ചേ? You cheat, you're a liar. I don't want to talk to you. You filthy liars. ഗംഭീരായിണ്ട്. മോന്റെ ടീച്ചർ നമ്മളെ രഞ്ജി പണിക്കര ബന്ധുവാ. കടിച്ച പൊട്ടത്തെ വാക്കാണല്ലോ പറയുന്നേ അല്ലേ? മോനതൊന്നും കൂടെ പറഞ്ഞേ. You cheat, you're a liar. I don't want to talk to you. You filthy liars. ഇതൊക്കെയാണോ പഠിപ്പിക്കുന്നത്? ചീറ്റ് വലിയ കുഴപ്പമില്ല, ലെയർ തരക്കേടില്ല. കളി മുഴുവൻ എന്റെ മുതലാളി ലാസ്റ്റ് പറഞ്ഞില്ല. മോനെ ഇതൊക്കെ ആരാ പറഞ്ഞെന്ന്? ടീന മാഡം. എന്റെ മോനെ ഒന്നും പഠിക്കണ്ട കേട്ടോ. നമുക്ക് പഴയ PG-നും പറവയൊക്കെ തന്നെ മതി കേട്ടോ. എന്താ പറയാ മേനോൻ സാറേ, പ്രിയ പറഞ്ഞത് ശരിയാ. ഇംഗ്ലീഷ് പഠിക്കാത്തതിന്റെ ബുദ്ധിമുട്ട് എപ്പോഴാണ് മനസ്സിലാവണേ. കുട്ടി പറയണത് നല്ലതാണോ ചീത്തയാണെന്നോ ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അരവിന്ദ, സ്കൂൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെയാണ് കുട്ടിയുടെ ഭാവി. ശരിയാ. രഞ്ജി പണിക്കരാ? അയാള് വണ്ടിയിലിരുന്നേ ഫോണിൽ ഭാര്യയെ വിളിച്ച് സ്കൂളിലെ അഡ്മിഷന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. പിന്നെ കിണ്ടി ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലായി. വിദ്യാഗുരുവിൽ തന്നെയല്ലേ? അതെ 10 മണിക്ക് ആപ്ലിക്കേഷൻ ഫോം കൊടുത്ത് തുടങ്ങത്തുള്ളൂ. പക്ഷെ ക്യൂ വെളുപ്പിന് തുടങ്ങിയിട്ടുണ്ട്. എന്റെ വണ്ടി കയറിയ ആള് ക്യൂ നിൽക്കാൻ വന്നതാ.
ആദ്യം ഫാം വാങ്ങുന്ന 50 പേരെ എന്തായാലും ഇന്റർവ്യൂവിന് വിളിക്കുന്ന അങ്ങേര് എന്നോട് പറഞ്ഞതേ. നമ്മൾ ലേറ്റ് ആവോ? ഇല്ല ഇല്ല, ഞാൻ ഷഫീഖിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവൻ ഇപ്പോൾ ഇവിടെ എത്തിക്കണം. ആക്കിക്കോളൂ. ക്യൂ കിടക്കുന്ന കിടാണ്ട. അയ്യോ, ആ വായി നോക്കി എവിടെയാണോ? നിങ്ങളുടെ മോന് വേണ്ടിയല്ല. അല്ലല്ല, ഞാൻ ബാച്ചിലറാ. അപ്പൊ പിന്നെ ഞങ്ങളെ തറവാട്ടിൽ 3 കുട്ടികളെ വീതം ഓരോ കൊല്ലം സ്പോൺസർ ചെയ്യുന്നുണ്ട്. അതിലൊരു കുട്ടിക്ക് വേണ്ടിയിട്ടാ. തെണ്ടി അവിടെ ഒന്ന് വളയ്ക്കുക. വളച്ചത് മതി, ചെന്ന് കട തുറക്ക്. അല്ല, ഞാൻ കുഴപ്പമില്ല, ഞാൻ തയ്യാറായിട്ട് വന്നാ. അപ്പൊ കട ആരും ഓർക്കും? ചെല്ലട വേഗം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി 10 ദിവസം വരെ വരിക്കാൻ തയ്യാറാ. ചെല്ലട വേഗം. ചെല്ലത്തിൽ ഇടപെടും. ക്യൂ നിൽക്കാൻ എത്ര കൊതി. ഞാൻ കിടന്നുറങ്ങടാ, വാങ്ങിക്കോ എന്റെ കയ്യിന്ന്. അവന്റെ ഒരു അച്ഛൻ, എന്റെ ഒരു തലവിധി. അല്ലാതെ ഞാൻ എന്ത് പറയാനാ? ഒന്നിനും സമയം, ഒന്നിനും. വഴി കിടക്കുന്ന കിളവന്മാർ ആശുപത്രി കൊണ്ടുപോകാൻ ഇഷ്ടംപോലെ സമയമുണ്ട്. കൂടെ ഉണ്ടല്ലേ കുറെ എണ്ണം. കൊള്ളാം. മുതലാളി, എന്തെങ്കിലും ഒരു താക്കോല് ഉത്തരവാദിത്തം തരാൻ വന്നതാ. എന്റെ കാര്യം പോട്ടെ. ഓർത്തോ ഞാൻ നാളെ വരെ ലേറ്റ് ആവും. ഞാൻ നാളെ പീടിയിൽ കാര്യം കൂടി വെക്കേണ്ടി വരുമോ? ഇത്രയും നേരം ഞാൻ വായിട്ട് അലച്ചിട്ടും എന്തെങ്കിലും ഒന്ന് മിണ്ടിക്കൂടെ മനുഷ്യൻ നിങ്ങൾക്ക്. ഷഫീക്ക് താക്കോല് തരാൻ വന്നാ മോളൂ. അതിനെന്താ ഞാൻ തലയും കുത്തി നിൽക്കണോ? നിങ്ങൾ ആയുസിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. പോട്ടെ. അതോ വിട്ടുവിടുങ്ങാണ്ട് കഴിച്ചിട്ടായി. ഇവിടെ വീട് തല്ലി പൊളിക്കുന്ന തോന്നണം. മോന്റെ ശബ്ദമൊന്നും കേൾക്കാനില്ല ദൈവമേ. അവൻ ഇവിടെ ആരെങ്കിലും പനി പിടിച്ച് ചാവാൻ കിടന്ന സ്വന്തം കടയിൽ സാമ്പിൾ മരുന്ന് കൊണ്ടുതരും. കാണാനില്ലല്ലോ. ആ, ഇനി അതിന്റെ അകത്തേക്ക് കയറി നോക്ക്. നിധി വല്ലതും കിട്ടിയാലോ? മോന്റെ അഡ്മിഷന് ഡൊണേഷനായി കൊടുക്കാം. ഇനി അതേ നിവൃത്തിയുള്ളൂ. ആരോട് പറയാനാ? നിങ്ങളെപ്പറ്റി നിധി വല്ലതും കിട്ടിയാലോ എന്ന് പറഞ്ഞപ്പോ വന്നതാ. ഇരിക്കൂ, ഞാൻ ചായ എടുക്കാം. അല്ല, എന്താ ഈ സമയത്ത്? കൂടുതൽ പരിക്ക് പറ്റുന്നതിന് മുമ്പ് വന്ന് അറിയിക്കാന്ന് വിചാരിച്ചു വന്നതാ. ഇന്ന് ഫോൺ കൊടുത്ത സ്കൂളിനെതിരെ ചില പരാതികൾ ഉയർന്നിട്ടുണ്ട്. രാവിലെ അവിടെ പൊരിഞ്ഞ അടിയല്ലായിരുന്നോ? ആരോ ഇടയ്ക്ക് കയറാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് ഇതിന്റെ എല്ലാം തുടക്കം. ഏതായാലും ഫോം വിതരണം മറ്റൊരു ദിവസത്തേക്ക് മാറ്റി. ദൈവമേ, രക്ഷപ്പെട്ടു. ഞാനും. നിങ്ങൾ ഇരിക്കേ, കഴിച്ചിട്ട് പോവാം. വേണ്ട വേണ്ട, വീട്ടിൽ അവള് മാത്രമേ ഉള്ളൂ. ഇത് അറിഞ്ഞുടനെ ഇങ്ങോട്ട് ഒന്ന് പറഞ്ഞിട്ട് പോകാന്ന് വിചാരിച്ചേ ഉള്ളൂ. പോട്ടെ. ഞാനൊന്ന് തഴവരെ പോട്ടെ. ദൈവമേ, സോറി. പോയിക്കോളൂ. അതെ, ഇപ്രാവശ്യം നമ്മൾ നാട്ടിൽ പോയ 2 ദിവസത്തിനുള്ളിൽ തിരിച്ചു വരില്ലേ? ഇത്തവണ എന്താ നാട്ടിൽ പോവാൻ ഒരു സന്തോഷമില്ലാത്ത? സന്തോഷമൊക്കെ തന്നെയാ, പക്ഷെ അവിടെയും പ്രശ്നമാണല്ലോ. എന്ത് പ്രശ്നം? ഭാഷ തന്നെ. ഓ, ഏട്ടത്തിയോ? അതൊക്കെ പോട്ടെ. തനിക്കെന്താ ഇപ്രാവശ്യം നാട്ടിൽ പോയി ഇത്ര വലിയ താല്പര്യം? അത് ചേട്ടൻ വരുന്നുണ്ട്. പിന്നെ സത്യം പറ പ്രിയ, നിനക്ക് അവിടെ പോയിട്ട് ജർമ്മനി അടുത്തേക്ക് കൊണ്ടുപോകാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കാനല്ലേ? You know it. Clap your hands. Clap, clap. തുടങ്ങിയോ? So happy. കേട്ടില്ലേ, അവൻ എത്ര നന്നായിട്ടാ ഇംഗ്ലീഷ് പറയുന്നത്. ശരിയാ, നമുക്കൊരു കാര്യം ചെയ്യാം. അടുത്ത ഇന്റർവ്യൂവിന് ഉറക്കിയിട്ട് കൊണ്ടുപോയാലോ? അമ്മേ വേണ്ടേ? നോ പ്രോബ്ലം. കണ്ണാടി എന്തേ? അത് ആണെങ്കിൽ വേറെ കണ്ണാടി വെക്കണം. വാട്സപ്പ് ഇല്ല, പഴയ ഫോണാ. Hey Angela, Yeah. he's my brother-in-law, Arvind. Yeah, I know. Yeah. I've seen some photos of you many times. Yeah, Actually. So nice to meet you. I am Arvind. Seeing you first time. Happy. Priya. Hi Angela, welcome. And this is a little Manu. You're great. Sugam, no? അമ്മയോട് ഹലോ പറയൂ. Hi. I. Past Badoit is. It's Ammai. As badate tante. തന്തയാ? Oh, it's just. It's supposed to. നമസ്തേ. Please come. കം വരൂ. Da varu. Ipo സുഖാണോ നിനക്ക്? അമ്മായി വെയിറ്റിംഗ്, ലാമ്പ് റൗണ്ടിങ്. അച്ഛാ സുഖല്ലേ അച്ഛാ? ഈ വിളക്ക് പിടിച്ചോളൂ. നന്നായി വരും മോളെ, വരൂ. റൈറ്റ് ലെഗ്, റൈറ്റ് ലെഗ്. അയ്യോ, ചെരുപ്പ്. ചെരുപ്പ് കുഴപ്പമില്ല, പട്ടി അടിച്ചോണ്ടു അതുകൊണ്ടാ. അയ്യോ, അളിയോ മുങ്ങിയില്ലല്ലോ. എന്തിനെടുക്കൂ? ഈ കുളത്തിൽ കുളിക്കുന്ന സുഖമൊന്നും വേറെ ആളിയാ. പിന്നെ പൂൾ അവിടെ കിടക്കുന്ന നമ്മുടെ ഈ കുളം ഇവിടെ. പൂള് ജർമ്മനിയിലും കുളം കേരളത്തിലും. കളിയൻ്റെ ഒരു കാര്യം. അത് വിട്, കച്ചവടം എങ്ങനെ പോളില്ല? മലയാളികൾക്ക് പിന്നെ അസുഖത്തിന് പഞ്ഞില്ലാത്തോണ്ട്
തിരക്കേടില്ലാണ്ട് പോകണം. എന്നാലും മൊത്തത്തിലൊരു മ്ലാനതയാണല്ലോ അളിയ. സത്യത്തിൽ എനിക്ക് അളിയനെ കാണുമ്പോൾ അസൂയ. അതെന്ത്? ജർമ്മനി എടുത്ത് മക്കളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് വാശി പിടിക്കില്ലല്ലോ. അതില്ല, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കാറില്ല. പക്ഷേ അവരുടെയൊക്കെ വാശി അതുക്കും മേലെ അളിയാ. അതായത് എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ഉടക്കിയ അപ്പം അതല്ല ഡിവോഴ്സ്. പിന്നെ നമ്മുടെ പേര് കേസായി മൊത്തം സ്വത്ത് അവരുടെ പേര് എഴുതി കൊടുക്കണം. പിന്നെ ആയുഷ്കാലം മുഴുവൻ അവരെ നോക്കും വേണം. ഇതൊക്കെ പേടിച്ചിട്ടാ ഞാൻ കേരളിയ ഒരു വരാറ്. അമ്പലല്ലേ കുളി കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. വരുന്നില്ലേ? വരേ. അരവിന്ദേട്ടൻ എപ്പോഴും ഇങ്ങനെയാ. ഈ അമ്പലത്തിൽ പോകാനാണ് ഈ അണിങ്ങൊരുങ്ങി പോയത്. സഹിക്കാൻ അതളിയന് ഭാര്യയെ പേടിയുള്ളതുകൊണ്ടാ. ഹണി പൈസ തരുന്ന ജർമ്മനിയിലായാലും കോന്തം തന്നെയാ. വാടകയ്ക്കോ? എന്താ അരവിന്ദായി പറയണത്? അല്ല, ഇന്റർവ്യൂവിന് ആൾക്കാരെ വാടകയ്ക്ക് കിട്ടുന്ന കുമാർ സാറിനില്ല എന്ന് പറഞ്ഞ. അയ്യോ, അത് സിറ്റുവേഷൻസ് വേറെ അല്ലേ. ഡൈവോഴ്സ് കേസുകള്, സിംഗിൾ മദേഴ്സ്, വേറെ വേറെ കഴിയുന്ന പേരൻസ്. ഇത് നിങ്ങൾ വളരെ സ്നേഹത്തോടെ കഴിയുന്ന കുടുംബമല്ലേ? അങ്ങനെയാണ് ഞാൻ അവളെ ഡൈവോഴ്സ് ചെയ്താലോ? അല്ല, അഡ്മിഷൻ കിട്ടാതെ ഒരു വഴിയുള്ളെങ്കിൽ ഞാൻ അതും ചെയ്യും സാർ. അതൊക്കെ പ്രശ്നമാവുമായിരുന്നു. അല്ല, അത് ആ സ്കൂളിലേക്ക് എനിക്ക് പോകാൻ പറ്റില്ല സാർ. അതെന്താ? അത് വലിയൊരു കഥയാ. ഞാൻ എൻ്റെ ബുദ്ധി വെച്ചൊരു ശ്രമം നടത്തി, പക്ഷെ അത് ഏറ്റില്ല. സാർ പ്ലീസ്, സാറിന് ഈ കേസിൽ എനിക്ക് വിശ്വാസം. അത്രയ്ക്ക് പ്രശ്നമാണോ? അതെ, സാറിനറിയോ, ബ്രേക്ക് ഇല്ലാത്തൊരു വണ്ടി ഒരു ഭ്രാന്തനോടിച്ച് എങ്ങനെയുണ്ടോ? ഭയങ്കര. പക്ഷെ കാശ് കൊടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ അരവിന്ദ. കാശില്ലല്ലോ. എന്നാ പിന്നെ ഒറ്റ വഴിയുള്ളൂ. ദുബായിക്ക് വിട്ടോ. അരവിന്ദൻ ദുബായിലാന്ന് പറഞ്ഞാ മതി. ഇതൊന്നും ആരും നോക്കില്ലെന്നേ. അപ്പൊ പിന്നെ ഭാര്യ ഒറ്റയ്ക്ക് പോയാൽ മതിയല്ലോ. പ്രശ്നം തീർന്നില്ലേ? സാർ ഒരു സംഭവം. അതെനിക്കറിയാം. അപ്പോ ദുബായിന്ന് വന്നിട്ട് കാണാം. ദുബായ് അൽഹംദുലില്ലാ. അങ്ങനെയൊന്നുമില്ല, പ്രിയ ഞെട്ടും. എന്തിനാ പ്രിയ ഇങ്ങനെ സ്ട്രെയിൻ ചെയ്യുന്നത്? നിനക്ക് നടുവേനുള്ളതല്ലേ? ആ പുഷ്പത്തിനെ വിളിച്ചാ പോരെ? എന്താ നിങ്ങളുടെ പ്രശ്നം? എന്റെ നടുവേദനയോ അത് പുഷ്പയെ കാണാത്തതോ? ഞാൻ എന്ത് പറഞ്ഞാലും നീ തെറ്റിദ്ധരിക്കും. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. എന്താ കാര്യം? എടി, ഇത്തവണ നമ്മുടെ മോന് എന്തായാലും സീറ്റ് കിട്ടിയിരിക്കും. ഞാൻ എന്റെ വാരഫലം നോക്കി. ഈ ആഴ്ച എനിക്ക് വളരെ നല്ല സമയം. അതുകൊണ്ട് നാളെ ഇന്റർവ്യൂവിന് ഞാൻ വരുന്നില്ല. അപ്പൊ ഇതിനാണല്ലേ ഈ സ്നേഹം കാണിച്ചത്? അതല്ല പ്രിയ, ഇന്റർവ്യൂവിന് നിന്റെ മുമ്പിൽ വെച്ച് അവരെന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കും. ഞാൻ ആകെ കിടന്ന് പതറുകയും ചെയ്യും. ഇനി സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ഉള്ള കോൺഫിഡൻസും പോയി. അതുകൊണ്ട് ഞാൻ ദുബായിക്ക് പോവാ. അല്ല, അങ്ങനെ പറഞ്ഞാൽ മതി. ഓ, നിങ്ങളുടെ ബികോം ഡിഗ്രി പോലെ അല്ലേ? അല്ലാതെ ഈ കുമാർ സാർ പറഞ്ഞ ഐഡിയ താൻ വിചാരിച്ചത് പുഷ്പം പോലെ നടക്കും. കുറച്ച് നാളായല്ലോ നിങ്ങൾ പുഷ്പം എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട്. അത് വിട്ടു. എടോ, ഈ ഗുളിക കൊണ്ട് തീരാത്ത സാധനത്തിന് ഒരു ചെറിയ ഇഞ്ചക്ഷൻ, അത്രേ ഉള്ളൂ. ഓക്കെ, ഡോസ് കൂടിപ്പോയി. നോ പ്രോബ്ലം. പുഷ്പം പോലെ ശരിയായി തരാം. ഒന്ന് പിടിക്കാം. നടക്ക്. അനഘ മാത്യൂസ്. അശ്വിൻ. യെസ് മാഡം. 3 കുട്ടികളോട് കഴിഞ്ഞാൽ നിങ്ങളാ? ഹസ്ബൻഡ് ദുബായിലാണല്ലേ? ദുബായിലേക്ക് എപ്പോ പോയി? ഞാൻ ഇന്നലെയും കൂടെ കണ്ടതാണല്ലോ. തെറ്റിപ്പോയതാ. ബ്രദറാ പുറത്ത്. ഹി ഈസ് ഓൺ ദ വേ. എത്ര സമയം എടുക്കും ഇന്റർവ്യൂ കഴിയാൻ? ഒരു 30 മിനിറ്റ്സ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ക്ലോസ് ചെയ്യും. ഇത് ലാസ്റ്റ് ബാച്ചാ. പ്ലീസ് ആസ്ക് ഹിം ടു ഹറി അപ്പ്. അയ്യോ, ഹലോ, എന്തായി? കിടക്കല്ല, കുളിക്കായിരുന്നു. എന്തായി, കഴിഞ്ഞോ? ഞാൻ വരണോ?
അയ്യോ ഇപ്പൊ തന്നെയാ ദേ എത്തി. ദുബായ് കൊള്ളയാ. വേറെ പണിയൊന്നുമില്ലേ? ഹലോ, എന്താ? കൂറ ഷർട്ടോ? ഹേയ് കൂറയൊന്നുമില്ല. ദേ എത്തി. അയ്യോ മാറ്റിയേക്കാം. ഇനി എന്താ? ചെരുപ്പിടണ്ടേ? ഷൂവോ? അതെവിടെ ഇരിക്കാ? അതെ എത്തി എത്തി എത്തി. അയ്യോ അത് എലി അടിച്ച് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ കിട്ടിയാക്കി ഇതിന്റെ മുകളിലാണ് അതൊക്കെ കൊണ്ടുവയ്ക്കണേ. അയ്യോ ഇത് തന്നെയാ. അയ്യോ ആ ഹലോ. ആ പ്രിയ, അഷു കിട്ടി. നീ ഞാനെന്തെങ്കിലും നിനക്ക് കൊണ്ടുവരണോ? സാരിയോ മറ്റോ? ആ വേണ്ടെങ്കിൽ വേണ്ട. അനീറ്റ. യെസ് മാം. അടുത്ത നിങ്ങളാ. ഹസ്ബൻഡ് വന്നോ? ഇപ്പൊ എത്തും. ആ ആ പ്രിയ ഞാൻ വന്നോണ്ടിരിക്കുക. നീ ഒന്ന് ഫോൺ വെക്ക്. എവിടെ എത്തി അരവിന്ദേട്ടാ? എടി ഞാൻ ഷോർട്ട് കട്ട് വഴി വന്നോണ്ടിരിക്കുക. കൂടുതൽ ഷോർട്ട് കട്ട് നോക്കിയാണല്ലോ ഇപ്പൊ ഇവിടെ എത്തിയത്. ഷോർട്ട് കട്ട് കുഴപ്പമില്ല, മെയിൻ റോഡ് വഴി വന്നേക്കാം. വേഗം വാ പ്ലീസ്. അമ്മേ അച്ഛൻ വരുവോ? പ്രിയ നീ ഇങ്ങനെ ഫോൺ ചെയ്തോണ്ടിരുന്ന എനിക്ക് എങ്ങനെ വരാൻ പറ്റും? ഭയങ്കര ട്രാഫിക് ബ്ലോക്കില്ല. ശബ്ദമൊന്നും കേൾക്കാൻ കേൾപ്പിക്കാം. ബിഗ് പ്രോബ്ലം. അയാളെ വിളിക്കേ. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ പ്ലീസ്? ഇനി അരവിന്ദേട്ടൻ ബുദ്ധിമുട്ട് ഇങ്ങോട്ട് വരണമെന്നില്ല. ഇവിടുത്തെ സമയം കഴിഞ്ഞു. ഒന്നും ചെയ്യണ്ട, അരവിന്ദേട്ടൻ തിരിച്ചു പോയിക്കോളൂ. ഞങ്ങൾ വന്നോളാം. ആ അങ്ങനെ നമുക്ക് ഒരുമിച്ച് പോവാം. നിങ്ങൾ വേഗം താഴേക്ക് കഴിഞ്ഞാൽ അവിടെ വെയിറ്റ് ചെയ്യല്ലേ? അരവിന്ദേട്ടാ ഇവിടെ വേഗം വാ. ഞാൻ വരണോ? അശ്വിൻ. അരവിന്ദേട്ടാ വേഗം വാ. ഇതെന്റെ അവസാനം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പ്ലീസ് കം ഇൻ. അശ്വിൻ, കം വിത്ത് മീ. ഓക്കെ. Sit down, please. Thank you. Where's your child's father? He is just coming, madam. He is here. Hello, sir. Father outside. Outside, full jam. Very traffic. No signal changing green. Yo. What is your name? Aravind TB. And yours? Priya Arvind. Are you working? Yes, madam. Senior accountant, Global Immigrations Private Limited. And you? I am on working. സ്വന്തമായി മെഡിക്കൽ ഷോപ്പ്, പ്രിയ മെഡിക്കൽസ്, കിളിമുക്ക്, മിഡിൽ ജംഗ്ഷൻ ഓൺലി. Okay, we'll ask you some questions. Basically, we'll have a discussion. Okay? Beautiful. What does your child like doing the most? Playing and painting. Playing and painting. ചില ദിവസങ്ങളിൽ പെയിന്റിംഗ് ആൻഡ് പ്ലേയിങ്. Okay. How would you describe your child? He is very bubbly. Well behaved. Yes. Sometimes little naughty. Yes. Loves nature. Yes. Loves playing. Yes. Observe things. Yes. Who takes care of your child at home? He goes to daycare. I am there. My husband is also there. We stay at home if needed. Where did you do your schooling? St. Philomena's Convent, Ramapuram. And you? Sir, Which school did you study in, Miss Arvind? I study Elephant Rock LP School. What? Where? Anapar LP School. ഇതിൽ കുറച്ച് റാൻഡം ടോപ്പിക്സ് ഉണ്ട്. അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത്
അതിൽ കാണുന്ന വിഷയത്തെക്കുറിച്ച് 2 മിനിറ്റ് സംസാരിക്കണം. Take it. In English, Mr. Arvind. അത് കുഴപ്പമില്ല. No. I want you to speak. Me? Yes, you. Pick it up. Show me that. Give it to me. Give it. Thank you, sir. Child labor. Child labor, sir. We want you to speak. Yes, you. No problem. I speak. Good question. Sitting style or standing style? Your wish. Any style. ഞാൻ സ്പീക്കർ ഇപ്പം കുറച്ച് മാറ്റി വെച്ചിട്ട്. Ladies and gentlemen, child labor അല്ലേ? Yeah. Child labor is big. Child labor is big pain to all. Because in labor room, labor comes, child comes. Okay. My mother labor me. My wife mother labor my wife. My wife labor my son. Labor ladies only. Because labor start, mother child romance start. My mother tell always she labor me 10 months. Reason who? My father. പണ്ട് അച്ഛൻ പറഞ്ഞെന്റെ മോനെ, sorry, English speak only. In black and white times. No, normal labor, no problem. Not only but also my mother 7 times. Still full energy, but no more. Time pass. Normal labor here and there. But also cesarean labor everywhere. See, my own wife cried in labor room, cesarean. I know, agree. Why? Climax. Look my property, the Priya, full fit. Okay. Normal labor, first pain. Future, no pain. Cesarean labor, first no pain, future pain, no pain. Okay, sir? I full stop. Child labor. Fantastic. Yours faithfully are in TV. Okay. കുറച്ച് വെള്ളം തരാം. പിന്നെന്താ കുറച്ചുകൂടെ. ഇത്രയും പ്രതീക്ഷിച്ചില്ല. Very good. I like it. Thank you. Thank you, Ji. Thank you. നിന്റെ അമ്മ ദേഷ്യത്തില. അച്ഛൻ ട്രൈ ചെയ്ത് അമ്മയ്ക്ക് ഇഷ്ടായില്ല. കണ്ടോ? നിന്നോട് എന്താണ് അവര് ചോദിച്ചേ? ABCD ചോദിച്ചു. നിനക്ക് എളുപ്പമായിരുന്നല്ലേ? അമ്മയ്ക്ക് എളുപ്പമായിരുന്നു. അച്ഛനെ അവര് കുഴപ്പിച്ചടാ. പിന്നെ ഉള്ള കൊച്ചൻ കലക്കി. ശരിക്കും. പാടാ, എന്റെ അമ്മ ബൈക്ക് എടുത്തോണ്ട് പോകും. ഒന്ന് നിക്ക് പ്രിയേ. പ്രിയേ, നിനക്ക് എന്താടി ഒരു സന്തോഷമില്ലാത്ത? നിങ്ങൾക്ക് ഇത്രയ്ക്കും വിവരമില്ലാതായി പോയല്ലോ. എന്റെ തൊലി ഉരിഞ്ഞു പോയി. അതെന്താ? പറ. ചൈൽഡ് ലേബർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? എന്താ ഞാൻ പറഞ്ഞ കുഴപ്പമായോ? പിന്നെ പ്രസവത്തിന്റെ കാര്യമല്ലേ സ്കൂളിൽ ചോദിക്കുന്നത്? എനിക്ക് തോന്നി പ്രസവത്തിന്റെ കാര്യം സ്കൂളിൽ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. മിണ്ടരുത്. ചൈൽഡ് ലേബർ എന്ന് പറഞ്ഞാൽ ലേബർ റൂമും ലേബർ ലോയും ഒന്നും അല്ല. പിന്നെ അതിന്റെ അർത്ഥം ബാലവേല എന്നാ. ബാലവേല? ഒരു സൂചന ഞാൻ കലക്കാനല്ലേ? ഇത്രയും കലക്കിയത് പോരെ? കലക്കാൻ വന്നിരിക്കുന്നു. അച്ഛാ കലക്കി അച്ഛാ. വാടാ ഇങ്ങോട്ട്. എന്തേ മുതലാളി ഇങ്ങക്കൊരു വിഷമോ? നീ ചൈൽഡ് ലേബർ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടുണ്ടോന്നോ? ചൈൽഡ് ലേബർ എന്ന് കേട്ടുണ്ടോന്നോ? എന്നോടോ? ഞാൻ 10-12 കൊല്ലായില്ല ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. നിങ്ങൾക്ക് ഇത് അറിയില്ല? നമ്മളെ കസ്റ്റമേഴ്സ് കേൾക്കണ്ട കേട്ടോ. ഭയങ്കര മോശം അതൊക്കെ. ഒരു മെഡിക്കൽ ഷോപ്പിന്റെ ഉടമയ്ക്ക് ഇത് അറിയില്ല അറിഞ്ഞാല്. ഛേ, അയ്യേ, ഞാൻ ഇവിടുന്ന് മാറേണ്ടി വരും. ഇതാണ് സാധനം. കുട്ടിക്കാണ് ഒരു നേരം, വലിയവർക്കാണ് 2 നേരം. നിന്നെ പോലൊരു തെണ്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ തെണ്ടിപ്പോയനടാ. ഞാൻ നിങ്ങളെ സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ നിങ്ങളെ കൂടെ. പിന്നെ നിങ്ങൾ മരിക്കുമ്പോൾ കൂടെ മരിക്കാൻ മാത്രം നിങ്ങളോട് പറയരുത്. അതെന്താ? ഈ പീഡി അനാഥായി പോവും ആ ഒരൊറ്റ കാരണം കൊണ്ട്. നീ ഇവിടെ ഒന്നും നിൽക്കണ്ടവനല്ലടാ. ഇരിക്കേ. ആണോ? ഇരിക്കേ. ഇപ്പോഴെങ്കിലും നിങ്ങളെ മനസ്സിലാക്കിയല്ലോ മുതലാളി. ഇതെന്താന്നാ പറഞ്ഞ? ചൈൽഡ് ലേബർ.
അല്ലെന്റെ ഉമ്മ. ചൈൽഡ് ലേബർ നിന്റെ ഉപ്പാപ്പ. ഇതല്ല സാധനം. ഞാൻ നാളൊരാൾക്ക് കൊടുത്താണല്ലോ. അരവിന്ദേട്ടാ എന്തായി? റിസൾട്ട് കിട്ടിയോ? നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കിട്ടി. പക്ഷെ അവന്റെ കുറച്ച് പേപ്പേഴ്സും കൂടെ ചെക്ക് ചെയ്യേണ്ടതാണ് അവരുടെ ഓഫീസിൽ അന്വേഷിച്ചപ്പോ പറഞ്ഞു. അങ്ങനെ ഒരു കീഴ്വഴക്കം അവിടെ ഇല്ലല്ലോ. ശരിയാണ്, ഞാനും ചോദിച്ചു. ഇങ്ങനെ തെറ്റായ ഒരു കീഴ്വഴക്കമുള്ള സ്കൂളിൽ എന്റെ മോൻ പഠിക്കണ്ടെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇറങ്ങിപ്പോയി. ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. ആരോ വന്നു. ഹലോ, പേടിച്ചിട്ട് പുറത്തു നിന്നാ. പ്രിയ, ഊണ് കഴിച്ചാലോ? പേടിയുണ്ടോ? ചെറുതായിട്ട്. പേടിക്കേണ്ട ഒരു കാര്യമില്ല. എന്നാലും അവിടെയല്ല ഇവിടെയല്ലേ മോനെ? ഇവിടെ വെക്കൽ സാറിനെ. ആ, എന്നാ അത് ഇവിടെ തന്നെ വെക്കുന്നേ. ഓ, ഒരു ഉറുമ്പ് കടിക്കുന്ന വേന ഉണ്ടാവുള്ളൂ. ചിലപ്പോ 2 ഉറുമ്പ്. കരയല്ലേ? അയ്യോ, ഇതെല്ലാം പോയല്ലോ. അല്ല, ഇത് ഞാൻ വേണം ഒഴിവാക്കിയ. നമ്മളെ ഈ ദോശ ഉണ്ടാക്കുമ്പോ കുറച്ച് മാവ് ഒഴിവാക്കൂലേ? ഓ, കൊതിക്ക്. അത് തന്നെ. ആ, ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് സാധനം. വേണ്ടാണ്ട് കെട്ടി കിടക്കുക. ഓ, അങ്ങനെ. 2 മിനിറ്റ് കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾ പിന്നെ കുറച്ച് കഴിഞ്ഞ് വരും, ഒരാളില്ലാത്തപ്പോ കേട്ടോ. വെറുതെ മനുഷ്യനെ മെനക്കെടുത്തു. നല്ല മൊഞ്ചനായിണ്ടല്ലോ. അതവിടെ ഇരിക്കട്ടെ. നീ ഇതെന്താ കാണിച്ചേ? എടാ, ആള് തട്ടിപ്പോവും. ഇതാണ് നിങ്ങളെ കുഴപ്പം. ഒരു പണി എടുക്കാൻ നിങ്ങൾ സമ്മതിക്കൂല. ഞാൻ ഇവിടെ കിടന്ന് മുരടിച്ച് പോവുകയുള്ളൂ. ഇനി എന്ത് മരടിക്കാൻ? ഞാനൊരു ഡോക്ടറാവാൻ ആഗ്രഹിച്ച് നടക്കുന്ന ആളാന്ന് നിങ്ങൾക്ക് അറിയില്ലേ? എടാ, ഡോക്ടർ ആണെങ്കിലേ ആദ്യം സ്കൂളിൽ പോണം, പിന്നെ കോളേജിലും. അഞ്ഞും പോവാലോ. നിങ്ങളിപ്പം പോണില്ലേ? അല്ല, അങ്ങനെയല്ല. അതെ, ഒരാഴ്ചത്തേക്ക് ഞാനിവിടെ ഉണ്ടാവില്ല. കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. ആത്മാർത്ഥത തെളിയിക്കാൻ ഒരു അവസരം തന്നതിന് ഞാൻ എങ്ങനെയാ മുതലാളി നിങ്ങളോട് നന്ദി പറയണ്ടേ? നന്ദിയൊക്കെ അവിടെ ഇരിക്കട്ടെ. എല്ലാ വിവരങ്ങളും അപ്പപ്പോ എന്നെ അറിയിക്കണം. എന്ത് വിവരങ്ങളെ? ലോക വിവരങ്ങൾ. ലോകവിവരം? എടാ, കടയിലെ വിവരങ്ങൾ എന്നെ അറിയിക്കണമെന്ന്. അതറിയിക്കും. കട ഞാൻ തിരിച്ചു വരുമ്പോ ഇതുപോലെ തന്നെ ഇവിടെ ഉണ്ടാവണം. ആവൂ, അപ്പൊ മരുന്ന് നിൽക്കണ്ടല്ലേ? സ്കൂളിൽ പഠിച്ച് വലിയ ആളാകുമ്പോ നമ്മളൊന്നും മറക്കല്ലേ മുതലാളി? നമുക്ക് ഒരു സെൽഫി എടുത്താലോ? ഞാൻ തിരിച്ചു വരുവാടാ. അല്ല, അതുവരെ എനിക്ക് കാണണ്ടേ? അതെ, സെൽഫി എടുക്കണമെങ്കിൽ മിനിമം ഈ കൈക്ക് നീളം വേണം. ഓ, അങ്ങനെ ഉണ്ടല്ലേ? സ്മൈൽ. ഹലോ, അരവിന്ദ് വീണ്ടും സ്കൂളിൽ പോകണമെന്ന് കേട്ടു. പഠിക്കാനാ? അല്ല, ഷേവ് ചെയ്യാൻ. ആഹാ, ഷർട്ടൊക്കെ ഇൻ ചെയ്ത് സ്മാർട്ട് ആയിട്ടുണ്ടല്ലോ. അതെ, ജൂനിയർ ഹോളിസിന്റെ ഒപ്പം വാട്ടർ ബോട്ടിൽ ഫ്രീയാ. ഒരു 10 എടുത്തോട്ടെ? വേണ്ട, ആദ്യമായിട്ടൊന്ന് ഷർട്ട് ഉള്ളിൽ കിട്ടുക. അത് പോയി. എക്സ്ക്യൂസ് മീ പ്ലീസ്. ഇനി മുതൽ എനിക്കാണ് ഇവിടുത്തെ ഇൻചാർജ്. കാര്യങ്ങൾ ഞാനായിട്ട് ഡീൽ ചെയ്താൽ മതി. കുറച്ച് മുന്നേ ഒരു വാട്ടർ ബോട്ടിലിന്റെ കാര്യം പറഞ്ഞില്ലേ? അതൊരു 10 എടുത്തോളൂ. വീട്ടിലാവശ്യത്തിനാ. അവിടെ നല്ല പഠിപ്പീരാ. കൊള്ളാം. നമ്മൾ പറയുന്നത് പോലൊന്നും അല്ല. അതെ, ആംബിസിൽ 3-ാമത്തെ റാക്കിൽ. ഫോൺ ഇത് യൂസ് ചെയ്യാൻ പാടില്ല. വെക്കൂ. ഊണ് കഴിക്കണമെങ്കിൽ ഇത് വേണം. അതൊന്നും വേണ്ട. Good morning, everyone. Please sit down. A very warm welcome to all of you. Asian School of Businessന്റെ ഷൈനിങ് സ്റ്റാർസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. വീണ്ടും ചെറിയ കുട്ടികളെ പോലെ ക്ലാസ്സിലിരിക്കണമെന്ന് തോന്നുന്നുണ്ടാവും അല്ലേ? കസേരയൊക്കെ കണ്ടിട്ട് പാർലമെന്റിൽ ഇരിക്കണ പോലെ ഉണ്ട്. ഞാൻ ഇക്കനെ കടയിൽ സഹായിക്കും. എന്റെ ചിക്കൻ സെൽഫ് ഭയങ്കര ഫേമസ് ആണ്. ആദ്യം കോഴീനെ ഇങ്ങനെ നിർത്തിയിട്ട്. സംജാനം പാലിക്കോ പ്ലീസ്. ആൽവിൻ കുര്യാക്കോസ്, വൈഫ് ഫെനി. ഓ, വെരി നൈസ്. പ്ലീസ് സിറ്റ്. താങ്ക്സ്. നെക്സ്റ്റ്. മാഡം, ഐ മോഹൻ. ഹായ്. സർക്കാർ ഉദ്യോഗസ്ഥനാ. ഇതെന്റെ വൈഫ് മീനാക്ഷി. നമസ്തേ. ഞങ്ങളുടെ നാട് കുണ്ടംകുണ്ടടുത്ത് അനപ്പറയാ. എനിക്ക് എന്റെ പേര് അരവിന്ദ്. ഹായ്. പ്രിയ മെഡിക്കൽ ഷോപ്പ് ഓണറാണ്. വൈഫ് പ്രിയ അക്കൗണ്ടന്റ് ആണ്. നാട് ഉണ്ടങ്കോടിനടുത്ത് ആനപ്പാറ. സ്കൂളിനെ അരവിന്ദ് TP എന്ന് വിളിക്കും. വേണ്ട, നിക്കായിരുന്നു. ബിരിയാണി കിട്ടിയില്ലേ പണിയാവേ? ഞങ്ങളുടെ ഫാമിലി എല്ലാവരും പഠിക്കാൻ നല്ല മിടുക്കരാ. ഒറ്റ ഇടി അടിച്ചു. അവ ശരിയായി. അത് വേണം ഞാൻ ചോദിക്കാം. ഹലോ, ഐ മോഹൻകുമാർ. ഇതെന്റെ മിസ്സസ് മീനാക്ഷി. എനിക്കറിയാം, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച.
എനിക്ക് ഈ വക ക്ലാസ്സുകളൊന്നും വിശ്വാസമൊന്നുമില്ല. പിന്നെ ഇവള് നിർബന്ധിച്ചുകൊണ്ട് വന്നു, അത്ര തന്നെ. അരവിന്ദേട്ടനും വലിയ താല്പര്യം. താല്പര്യമായിരുന്നു. ഇതിനെ പറ്റി പറഞ്ഞപ്പോ തന്നെ ഞാൻ പറയായിരുന്നു ഇത് വലിയ സംഭവമാണെന്ന്. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഹലോ. അതെ, പോലീസില്ല. മനസ്സിലായി. അതെ, ഇടിക്കണ്ട, ഞാൻ വന്നിട്ട് ഇടിച്ചോളാം. ഫോൺ വല്ലതും കഴിച്ചായിരുന്നോ? ഇടിക്കുമോ എന്തോ. അതെ, നമ്മൾ തമ്മിൽ എവിടെയോ വെച്ച്. ഇല്ല, ഞാൻ പുറത്തിറങ്ങാറില്ല. തലയ്ക്ക് സൂര്യാൻ തോന്നുന്നു. നിനക്ക് സുഖം തന്നെയല്ലേ? അല്ല, എനിക്ക് സുഖം തന്നെയല്ലേ? നമുക്ക് എന്തെങ്കിലും വാങ്ങിയാലോ? വാങ്ങണം. ഹലോ, 15 ദം Mr. ബിരിയാണിയോ? Sharma, ആരെടാ അത്? please. അയ്യോ, സോറി മാഡം. എക്സ്ക്യൂസ് മീ. അങ്ങനെ ഒരു മരുന്നില്ല. കൊടുക്കരുത്, കുഴപ്പമാണ്. കൊടുക്കരുത്. എന്നാ കൊടു, ഞാൻ വിളിക്കാം. വർഷങ്ങൾക്ക് ശേഷമുള്ള സമാഗമം ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഞാനും. എന്നെ ഓർക്കാറുണ്ടോ? മനസ്സിൽ വിരിഞ്ഞ പൂക്കൾ വാടാറില്ല ഓമനെന്ന് ഞാൻ ഓട്ടോഗ്രാഫിൽ എഴുതിയത് ഞാൻ മറന്നില്ല. അയ്യോ. ഹലോ, ഞാൻ ഡൈനിങ് ഹോളിൻ്റെ അവിടെയാ. വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. ഇപ്പം വരാം. ഭാര്യയാണോ? അത് പറയാം, പക്ഷെ വിധിയുടെ വിളയാട്ടെന്ന് വിളിക്കാൻ എനിക്കിഷ്ടം. ഓഹോ, ഒരുപാട് പറയണമെന്നുണ്ട്, പക്ഷെ ഇപ്പൊ ചെന്നില്ലെങ്കിൽ ഇനി ഒരിക്കലും പറയാൻ പറ്റില്ല. അയ്യോ, നിങ്ങൾ തമ്മിൽ അവസാനം കണ്ട എപ്പോഴാ? ഇപ്പോ അതല്ല, ഇതിന് മുന്നേ. അത് കല്യാണ തലേന്ന്. മിസ്റ്റർ മോഹൻ, ഇന്ന് ആദ്യത്തെ ചാൻസ് നിങ്ങൾക്ക്. ഇതാണ് നിങ്ങൾക്കുള്ള ചോദ്യം. മിസ്റ്റർ മോഹന്റെ വീട്ടിൽ ഓൾറെഡി ഒരു മിടുക്കനുണ്ടല്ലേ? ഇനി ഉടൻ തന്നെ നിങ്ങൾക്ക് ഒരു കുട്ടി കൂടി ജനിക്കാൻ പോകുന്നു വിചാരിക്കാം. മിസ്റ്റർ മോഹൻ, ജസ്റ്റ് ഇമാജിൻ. ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇമാജിൻ ചെയ്യാം. ഈ കാര്യം അഭിയോട് എങ്ങനെ അവതരിപ്പിക്കും? അത് മാഡം, അടുത്ത കുട്ടിയെ പറ്റി ഇപ്പോഴത്തെ കുട്ടിയോട് പറയണം. ഇല്ല, ഞാൻ പറയില്ല. ആരോടും പറയും, അമ്മയാണ് പറയും. ഇനി എവിടെ? ഞാൻ പറയും മാഡം. അബിയോട് കൂടെ കളിക്കാനും പടം വരച്ചു കൊടുക്കാനും തൊട്ടിൽ കിടത്തി ഉറക്കാനും പിന്നെ അബിയെ ചേട്ടാന്ന് വിളിക്കാനൊക്കെ ഒരു ബേബി വേണ്ടേന്ന് ചോദിക്കും. വെരി ഗുഡ്. താങ്ക് യു മാഡം. ഒന്ന് വെയിറ്റ് ചെയ്യിട്ടോ. ഇതിപ്പോ എന്താ ബസാല തേടിയായി നോക്കുക, ആരും കാണില്ലല്ലോ. ആ, ഇവിടെ ആരെ കല്യാണം ഉണ്ടല്ലോ. അനിയാ, അല്ല ഏട്ടാ, ഇവിടെ എന്റെ മുതലാളി പഠിക്കുന്ന സ്ഥലം ഏതാ? What മുതലാളി? പിന്നെ കല്യാണം കഴിഞ്ഞ ആൾക്കാർ പഠിക്കുന്ന സ്ഥലം. Okay, go straight, take a left, you'll find a hall there. Crap. അല്ല, വേറെ വഴിയില്ലേ? നേരെ പോയിട്ട് ലെഫ്റ്റ് എടുത്താൽ മതി, അവിടെ ഒരു ഹാള് കാണും. അതല്ല എളുപ്പം. ഹെഡ് മാസ്റ്റർ അയക്കും. അസ്സലാമലൈക്കും. മുതലാളി പുറത്താക്കിയില്ലേ ക്ലാസ്സിന്ന്? പഠിക്കാൻ. ഓ, ഡിസ്റ്റർബൻസ് ആയ അതിന്റെ ഇടയിൽ? അല്ല, എന്താ വന്നത്? ചെക്ക് ഒപ്പിടിക്കാൻ. ചെക്ക് ഒപ്പിടിക്കാൻ. ചെക്ക് ഒപ്പിടിക്കാൻ. ആദ്യം ഇത് മര്യാദയ്ക്ക്. ശരിയാ. ആ, ടിപി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇത് കണ്ടില്ലേ, ഇത് മുഴുവൻ പഠിക്കാനുള്ളതാ. മൊത്തം പെടക്കോഴിയാണല്ലോ മുതലാളി. പൂവൻകോഴികളുണ്ടാ? അത് ഞാൻ വരുന്ന വഴിക്ക് കണ്ടോ? ആ, അത് ഒടുക്കത്തെ ഇംഗ്ലീഷാ. പോരാത്തിന് ചൈൽഡ് ലേബറും. അല്ലോ കഴിഞ്ഞില്ലേ? ഇത് എന്റെ മെഡിക്കൽ ഷോപ്പിലെ ഫാർമസിസ്റ്റ്. ആദ്യം ഇത് മര്യാദയ്ക്ക് പറയും. ഇവർക്ക് മനസ്സിലായല്ലോ. മരുന്നില്ലേ? മുതലാളി ആരാ? എന്റെ കളിക്കൂട്ടുകാരി, ക്ലാസ്മേറ്റ്സ്. കല്യാണം കഴിഞ്ഞ ആൾക്കാർക്ക് അപ്പൊ അവസരങ്ങൾ മുഴുവൻ. എത്രയും പെട്ടെന്നൊരു കല്യാണം കഴിച്ചിട്ട് വേണം ഇവിടെ ചേരാൻ. ആ പോയ ബ്രൗൺ സാരി ഇങ്ങനെ. അല്ല, അരവിന്ദന്റെ സ്റ്റാഫാണല്ലേ? എങ്ങനെ മനസ്സിലായി? മനസ്സിലായി. ആ, പുള്ളിക്കാരെങ്ങനെ? മുതലാളിയോ? ജില്ലല്ലേ. ആ, പച്ചയും കുഴപ്പമില്ല, നീലും കുഴപ്പമില്ല. നിനക്കൊരു എന്താ? അതൊക്കെ ഉണ്ട് മാഡം. ഇരിക്കേ.
അച്ഛാ എനിക്കാദ്യം. ലേഡീസ് ഫസ്റ്റ്, അത് കഴിഞ്ഞ് ഫാമിലി. ഇനി അയ്യോ പ്ലേറ്റ് വെച്ചില്ലേ, അവസാനം പാവം അരവിന്ദിപ്പിക്കും. ഇനി അടുത്ത കറി. ലേഡീസ് ഫസ്റ്റ്, അത് കഴിഞ്ഞ് ഫാമിലി, അവസാനം ദേ പാവം അരവിന്ദിപ്പിക്കും. കഷ്ടപ്പെട്ട് വിളമ്പുന്ന മോനെ ഒന്നും വേസ്റ്റ് ആക്കല്ലേ. കഴിക്കൂ മാഡം. എന്താ ഉദ്ദേശം മിസ്റ്റർ അരവിന്ദ് ടി പി? ജയ് മാഡം. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി മാമി. அப்பப்பா இதெல்லாம் எதுக்கும்மா? இது பாத்தீங்களா? മോനെ അതവിടേക്ക്. അത് അവൻ എടുത്തോട്ടെ, കൊച്ചുകുട്ടികൾക്ക് കളിക്കാനുള്ളതല്ലേ ഇതൊക്കെ. ശ്രീനി ചെറുതിലെ ഇങ്ങനെയായിരുന്നു. ഹി വാസ് വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ ദീസ് തിങ്സ്. മൈ സൺ. 1 minute. ஹலோ ஸ்ரீனி, அப்பா தாண்டா. நீ நல்லா இருக்கியா? டிக்கெட் புக் பண்ணியாச்சா? என்னைக்கு இங்கே அரைவல்? என்னது கேன்சல் ஆயிடுச்சா? புது ப்ராஜெக்ட் கிடைச்சதா? வேணாம் வேணாம், வர வேண்டாம். இல்ல உனக்கு வெக்கேஷன் டைம் ஆயிடுச்சு இல்லையா, அதான் கேட்டேன். எனக்கு காசை பற்றி சொல்லுங்க. சும்மா இது வரைக்கும் வரல. இங்கே அவசரமா எதுவுமே இல்லப்பா. யூ கான்சென்ட்ரேட் ஆன் யுவர் ப்ராஜெக்ட், தட்ஸ் வெரி இம்பார்ட்டன்ட். நீ சின்ன வயசுல ஓ டைம் ஆயிடுச்சா? சரி, நீ அம்மா கிட்ட கொஞ்சம் பேசு. ஸ்ரீனி, ஹலோ ஹலோ. கிடைக்கலையா? ஹலோ ஸ்ரீனி, கட் ஆயிடுச்சு. നാസയുടെ അടുത്ത മാർസ് മിഷൻ പ്രോജക്റ്റിലാ ശ്രീനിയുടെ നെക്സ്റ്റ് അസൈൻമെന്റ്. ഹി ഈസ് PhD ഫ്രം IISc ബാംഗ്ലൂർ, ആസ്ട്രോഫിസിക്സ്. വെരി ഫോക്കസ്ഡ് ആൻഡ് ഹാർഡ് വർക്കിംഗ് ടു. പക്ഷെ ഇതിൻ്റെയൊക്കെ ബേസ് അവന് കിട്ടിയത് സെയിൻറ്റ് ആന്റണീസ് എന്നാ. വെരി ഗുഡ്. സ്കൂൾ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ്സ് എ ബിഗ് അച്ചീവ്മെന്റ്. ഇന്ത്യയിൽ എത്ര പേര് ഈ പോസ്റ്റിൽ ഇരുന്നിട്ടുണ്ടാവും? ബട്ട് ലുക്ക് അറ്റ് ഹിയർ. കാശ് കാശ് കാശ്, കാശാ മുഖ്യം. കാശ് കൊടുത്താൽ എല്ലാം கிடைக்குமா? ഒരു പഠിപ്പൂല്ലെങ്കിലും എൻ്റെ അമ്മ പണ്ട് പറയാറുണ്ട് കേട്ടോ, മക്കളെ കണ്ടും മാമ്പൂ കണ്ടും നമ്മൾ കൊതിക്കരുതെന്ന്. ഇതിപ്പോൾ എന്താണെന്നറിയോ, ഒരു ചെടി വെച്ചുകൊണ്ടാണ് നമ്മൾ ഒരു കായ് മാത്രം നോക്കിയിരിക്കുന്നത്. ഒരുപാട് ചെടികൾ വെച്ചാൽ ഒരുപാട് കായ്കളൊക്കെ ഉണ്ടായി അതിലേതെങ്കിലും ഒന്ന് പുഷ്പിക്കില്ല എൻ്റെ പ്രിയേ. ഓ, ആ പുഷ്പയുടെ പേര് പറഞ്ഞുകൊണ്ടായിരിക്കും എല്ലാ കണക്കൂട്ടിലും തെറ്റി. ഇനിയിപ്പോ എന്ത് കണക്ക് വെക്കാം? കുന്തം. അപ്പൊ നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി അല്ലേ? ഇനി ഞാൻ പറഞ്ഞതേ, അവനൊരു കൂട്ട് വേണ്ടേ, അതാ ഞാൻ പറഞ്ഞത്. Clap, clap. If you're happy and you know it, clap your hands. If you're happy and you know it, clap, clap. Clap your hands, clap, clap. Clap your hands, clap, you know it. ഭംഗിയുള്ള പൂക്കളെ കാണുമ്പോൾ ഈ കാട്ടുപൂവിനെ മറക്കുന്നു. അതെ, ജീവിതമാകുന്ന തുണിയിൽ കാത്തിരിക്കാൻ എന്താണ് പറഞ്ഞോണ്ട് വരുന്നത്? നിങ്ങളെ പറ്റി നിങ്ങൾ എന്നോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ മീനാക്ഷി. പൊച്ച തെറിയ വരുന്നത്. നിങ്ങൾ എന്ത് കുഴപ്പമുണ്ടാണോ തള്ളെ വിളിച്ചത്? ആ തള്ളെ പണ്ടാൻ അടക്കാൻ എനിക്ക് സമാധാനം കിട്ടുള്ളൂ. മനുഷ്യൻ ഞാൻ വരാം. അവിടെ വെച്ച് തരാം. അവളൊരു പാവാ. ദേഷ്യം വന്ന എന്റെ ടൂത്ത് ബ്രഷ് കക്കൂസ് കഴികളയും. എന്നിട്ട് പറയില്ല. പൽപ്പൊടിയാക്കുന്ന നല്ലത്. വരൂ വരൂ, എന്റെ ദൈവാധീനം പറഞ്ഞാൽ മതിയല്ലോ. ഈ ടെൻഷനിലും സാറിന് എങ്ങനെയും ട്രാഫിക്കിൽ നിൽക്കാൻ പറ്റണേ? അപ്പൊ അത് നീ തന്നെയായിരുന്നു. ലെഫ്റ്റ് പോയാലോ? ഒന്നുകിൽ ഈ കട വിൽക്കുക, അല്ലെങ്കിൽ പണയം വയ്ക്കുക. വേറൊരു ഓപ്ഷനും ഞാൻ കാണുന്നില്ല.
ചേട്ടാ ഈ രണ്ടാമത്തെ മരുന്ന് കടയടച്ചു. ചേട്ടാ അത്യാവശ്യം പ്ലീസ്. കടയടച്ചു. ചേട്ടാ പ്ലീസ് പ്ലീസ്. കടയടച്ചു എന്ന് പറഞ്ഞില്ലേ? എന്നാ പിന്നെ ഷട്ടർ ഇട്ട് പോയിക്കോട്ടോ.